മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ രാത്രി നടന്ന മത്സരമായ ഇന്നലെ രാത്രി നടന്ന മിനിഞ്ഞാന്ന് രാത്രി എന്ന് പറയാം ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിലേക്ക് വരാം. മത്സരത്തില് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം ശരിയാണ്. പക്ഷെ ബാഴ്സലോണ ഫാൻസിനോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ബാഴ്സലോണ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല UCL എന്നുള്ള കാര്യം. എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, പ്ലേയേഴ്സ്മാരിന്റെ പരിക്കുകൾ കാര്യങ്ങൾ, അതേപോലെ ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന്റെ ആ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മള് ഒരു കോപ്പ ഡെൽ സ്പാനിഷ് സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ലാ ലീഗ് ഇതിൽ ഒതുങ്ങേണ്ടി വരും. അല്ലാണ്ട് UCL പോലുള്ള മത്സരങ്ങൾ വരുമ്പോൾ അതിൽ കുറച്ച് ടാക്ടിക്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അല്ലാതെ വെറുതെ പോയിട്ട് അങ്ങനെ കളിക്കേണ്ട കളിയല്ല. അതിന് ഒരൊറ്റ എക്സാമ്പിൾ സിമിയോണി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാല്, സിമിയോണി ഈ മത്സരത്തിന് തൊട്ടുള്ള ലാലിക മത്സരത്തിൽ അവർക്ക് ലാലിക അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അവര് എല്ലാ പ്ലേയേഴ്സിനും, മൂസ ഗോൾ കീപ്പർ വെച്ച് ബാക്കി എല്ലാ പ്ലേയേഴ്സിനും അവർ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് അവർ ആ ഗ്രൗണ്ടിൽ അത് കാണിക്കാൻ പറ്റി. പക്ഷെ ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബ്ബ് എസ്പാനിയോളായിട്ട് ഡെർബിയിൽ എന്താ കളിച്ചതെന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ഇതിനു മുമ്പുള്ള കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് ഹാഫ് ടൈം വരെ കളിച്ച പെഡ്രിയെ എന്തുകൊണ്ട് 90 മിനിറ്റ് കളിപ്പിച്ചു, അതുപോലെ ലെമീൻ യമാലിനെ എന്തുകൊണ്ട് 90 മിനിറ്റ് കളിപ്പിക്കുന്നു, അതും 2 ഗോളിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഡെർബി എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് റയൽ മാഡ്രിഡായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ എന്തിട്ടാണ് ഈ പേടിക്കുന്നത്? നിങ്ങൾക്ക് UCL ലക്ഷ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കരുത്. അവിടെ ഒതുങ്ങിക്കൂടാ. UCL എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതുണ്ട്. ഈ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ പരിപാടികൾ, അതേപോലെ നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് ഒന്നുമില്ല. ഇനിയിപ്പോ പുതിയ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് 2 ഡിഫൻഡർമാരെ കൊണ്ടുവന്നാലും ഡിഫൻഡർമാർക്ക് പരിധികളുണ്ട്. ഈ ഓഫ്ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ ബയൺ മ്യൂണിക്കിന്റെ മത്സരം കണ്ടില്ല, അവര് ഈ ഹൈലൈൻ കളിക്കുന്ന അതേപോലെ അവിടെ പണി വാങ്ങിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ബാഴ്സയുടെയും ബയണിന്റെയും സിറ്റിയുടെ ഒക്കെ ആ ഒരു ഇത് വെച്ച് കളിക്കുമ്പോൾ രണ്ടാൾ ഇറങ്ങി ഡിഫെൻഡ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ പണി വാളുന്നുള്ള കാര്യത്തിൽ ഇന്നലെ പിന്നെ ഭാഗ്യത്തിന്റെ കുറെ പ്രശ്നങ്ങൾ ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് ആ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരുന്ന ഫസ്റ്റ് ആ പെനാൾട്ടി ഓൾമോസ്റ്റ് അത് എന്തിനാ തരാത്ത. പിന്നെ അതിന് മുമ്പ് യമാലിന്റെ സെർലോത്തിന് ആ ഒരു റെഡ് കാർഡ് കൊടുത്ത ആ ഒരു സോഫ്റ്റ് ടച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ടിന്നും ബാക്കൊന്നും ഒരു ടച്ച് ഉള്ളതുകൊണ്ടാണ് ഈ ഓൾമോയ്ക്ക് അതെന്തുകൊണ്ടാണ് 2 ടച്ച് ഉണ്ടായിരുന്നു. 2 പേര് ഇട്ട് ഓൾമോനെ അങ്ങനെ ക്രഷ് ഉണ്ടായിരുന്ന പോലത്തെ ഒരു സ്ഥിതിയിലാണ് ഓൾമോ കൊണ്ട് വീണു. അത് സംഭവിച്ചു, അത് റെഡ് കാർഡ് കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ റയൽ മാഡ്രിഡ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞാൽ അവർ ആ ഡീൽ ചെയ്യാൻ എന്താന്ന് പറഞ്ഞാല് അവരവിടെ കിടക്കും. ആ വീണത് പരിക്കായിട്ട് കിടന്ന് ആ ഒരു ഡോക്ടേഴ്സിനെ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ടൈം എടുക്കും. ആ ടൈം എടുക്കുന്ന സമയത്ത് വാറിലിരിക്കുന്ന ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതായത് റഫറിയും അത് ഒന്ന് ശ്രദ്ധിക്കും. അപ്പോ പൊട്ടൻഷ്യൽ പെനാൽറ്റിക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ പെനാൽറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അപ്പീൽ വരെ ചില സമയം ചെയ്യാനുള്ളതില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫെറാൻ ടോറസിന്റെ ആ ഗോൾ ഓഫ് സൈഡ് വരുന്ന ഗോൾ എന്ന് പറഞ്ഞാൽ അത് അതിന് മുമ്പുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാവി അടിക്കുന്ന ബോള് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഡിഫൻഡറിന്റെ കയ്യിൽ തട്ടിയിട്ടാണ്. ഈ റൂൾ പ്രകാരം നോക്കണെങ്കിൽ നമ്മള് ഡിഫൻഡറിനെ തൊട്ടിട്ട് മറ്റു പ്ലെയറിനെ വരെ ഫുട്ബോളിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഡിഫൻസീവ് ആയിട്ടുള്ള സമയത്തല്ല. ബോൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് കളിക്കുകയാണെങ്കിൽ ആ സമയത്ത് ബാക്കിലോട്ട് കൊടുത്തിട്ട് ആ ഒരു ബോൾ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് തട്ടിയിട്ട് വരുന്ന ബോളാണ്. അത് ഓഫ് സൈഡ് തന്നെയാണ്. ഓഫ് സൈഡിൽ മാറ്റമൊന്നുമില്ല. റെഡ് കാർഡും അതേപോലെ തന്നെ എറിക് ഗാർസിയയ്ക്ക് അർഹിച്ച റെഡ് കാർഡും ഇല്ലാന്ന് പറയുന്നില്ല. അത് എനിക്ക് റെഡ് കാർഡ് ഇതായില്ല. കാരണം സെർലോത്ത് ഞാൻ സൂമായിട്ട് കുറെ പിക്കൊക്കെ നോക്കി, അതൊക്കെ കണ്ടപ്പോ സെർലോത്ത് കാലിട്ട് തെന്നി വീണ പോലെ. പക്ഷെ ഈ ഫസ്റ്റ് ടച്ച് എറിക് ഗാർസിയയുടെ കൈയാണ് ആദ്യം പോകുന്നത്. അത് ടച്ച് ഉണ്ട്. അത് ബാക്ക് നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റഫറിക്ക് വേറെ ചാൻസ് ഒന്നുമില്ല. അത് റെഡ് കാർഡ് തന്നെയാണ്. അതിലിനി നമ്മൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് കളി തുടങ്ങി 30-ാം മിനിറ്റിൽ ഇതേപോലെ റയൽ മാഡ്രിഡിന്റെ പോലെ 30-ാം മിനിറ്റിൽ ഒരു ഗോൾഡൻ ചാൻസിൽ യമാലി അടിക്കാണ്. അത് മൂസ തടുക്കാണ്. തടുത്തിട്ട് 30-ാം മിനിറ്റില്. അതിനുശേഷം 4-ാം മിനിറ്റിൽ വീണ്ടും ഒരു യമാലിന്റെ പ്രസ്സിലൂടെ വന്ന ചാൻസിൽ ഫെറാൻ ടോറസ് ആ ഒരു പാസ് കൊടുക്കുന്നു, അസിസ്റ്റ് കൊടുക്കുന്ന ഒരു സൂപ്പർ അസിസ്റ്റ് പറയാം. അത് കറക്റ്റ് ആയിട്ട് മൂസയുടെ കാലിലടിയിലൂടെ ആ ഒരു ഗോൾ കൊടുക്കും. അതൊരു എക്സ്പീരിയൻസ്ഡ് ഫിനിഷർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം യമാലിന്റെ ഈ ഫിനിഷ്. അതിന് ശേഷം വന്ന ചാൻസ് ആണ് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന നേരത്താണ് ഒരു സാഡ്നെസ് കൊണ്ടുവന്ന് പൊളിച്ചത്. ഫെർമീൻ ലോപ്പസ് ഫിനിഷ് ചെയ്യേണ്ട ചാൻസ് ഹെഡറിൽ പോയി. ആദ്യം യമാൽ ക്രോസ് കൊടുത്തു, ട്രിവല്ല ക്രോസ് കൊടുത്ത് ഫെർമീൻ ഹെഡ് കൊണ്ട് ബോൾ കൊണ്ട് അടിക്കുമ്പോ മൂസോ സേവ് ചെയ്ത് മൂസോ കാല് പരത്തി നിൽക്കുന്ന കാരണം ഫെർമീന് വീണത് നേരെ മൂസോന്റെ ബൂട്ടിലായിരുന്നു. ബൂട്ട് അങ്ങനെ ഈ മീശ ഭാഗത്തോ ഇവിടെ കീറിയിട്ട് മൊത്തം ചോരയായിരുന്നു. അതാണ് ആദ്യത്തെ ചോര കണ്ടത്. പക്ഷെ ഈ കളിയിൽ 2 ടേണിംഗ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പലവരും പല കാരണങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു ഫെർമിന്റെ ഒരു പരിക്ക്, അതേപോലെ സെക്കൻഡ് ഹാഫില് പരിക്ക് വരുന്നുണ്ട്. ഈ 2 പരിക്ക് സമയം വരെ നല്ല ഹൈ വോൾട്ടേജിൽ കളിച്ച ഒരു
ടീം പിന്നെ ഡൗൺ ആവണം. എന്താ പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഗ്രൗണ്ടിൽ കളി നിൽക്കുകയാണ്, യമാലൊക്കെ കോർണറിന്റെ അവിടെ പോയിട്ട് ബോളിന് മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ഫുട്ബോളിൽ കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കളി കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു വലിയൊരു മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പൊട്ടൻഷ്യലിൽ ആ ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ ആ ഒരു ടീമിന് വീണ്ടും ഒരു മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡ് ഡൗൺ ആയ സമയത്ത് കൊക്കെ നടന്ന് ഓരോ പ്ലേയേഴ്സിനെയും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. കൊക്കയ്ക്ക് അറിയാം, കൊക്കെ 10-15 കൊല്ലം അത്ലറ്റിക് മാഡ്രിഡിൽ കളിക്കാൻ തുടങ്ങിയിട്ട് അവര് എന്താണ് കപ്പിന്റെയും ചുണ്ടിന്റെയും അടിയിൽ നിന്നിട്ട് കപ്പ് അവരുടെ മുന്നിൽ തട്ടിക്കൊണ്ടുപോയി കുറച്ച് ആൾക്കാരുണ്ട്, അത് റയൽ മാഡ്രിഡാന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരൊരു വഴിക്ക് വിട്ടിട്ട് ആ കൊക്കയ്ക്ക് നല്ല അനുഭവം ഉണ്ട്. ആ കൊക്കെ അങ്ങനെ എല്ലാവരും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഴ്സലോണ ഉണർത്താൻ വേണ്ടിയിട്ട് റഫീനെ പോലെ ഒരു ക്യാപ്റ്റൻ ആ പിച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. യമാനൊക്കെ പരമാവധി ആൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾമോയ്ക്കാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത്. എനിക്ക് അറിയില്ല എന്ത് തേങ്ങാണ് ഓൾമോയ്ക്ക് കൊടുത്തത്. കിട്ടിയ 2 ഗോൾഡൻ ചാൻസുകളാണ് ചെന്നൈ കളഞ്ഞു വിളിച്ചത്. അതേപോലെ തന്നെ ഒരു അസിസ്റ്റ് കൊടുത്തുള്ള കാര്യം ശരിയാണ്. അങ്ങനെയാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു അസിസ്റ്റ് ഒരു ഗോൾ അടിച്ച ഫെറാൻ ടോറസ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഫെറാൻ ടോറസ് എന്റെ ഒരു ലൈഫ് ലോങ്, ഞാൻ ഇതുവരെ ഫെറാൻ ടോറസിന്റെ ബാസിന്റെ കളി കാണാൻ തുടങ്ങിയ ശേഷം ഏറ്റവും സൂപ്പർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു ഫെറാൻ ടോറസിന്. ഫെറാൻ ടോറസിനെ എപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തോ കൊണ്ടുവന്നത് തന്നെ ആ റാഷ്ഫോർഡിനെയും ലെവൻഡോസ്കിനെയും. അത് നീ നോക്കിയാൽ മതി. ആ റൂണി ബഗ്ദാജിന് 4 ആഴ്ചയോളം കളിക്കാതെ 1 മിനിറ്റ് പോലും കൊടുക്കാതെ ആ ഒരു 5 മിനിറ്റ് ആ 2 ക്രോസാ കൊടുത്തിരിക്കുന്ന ചങ്ങായി. അതേപോലെ ആ ഒരു തീരുമാനം ഒരു 50-60 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ യമാല് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടെന്നോ. അതേപോലെ തന്നെ പെഡ്രിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു പെഡ്രി ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടല്ലേ വെച്ചൊക്കെ ഏറ്റവും മോശം പെർഫോമൻസ് തന്നെയാണ്. എന്താ കാരണം അതേപോലെ ഫിസിക്കൽ ഗെയിമാണ് അത്ലറ്റിക് മാഡ്രിഡ് ചെയ്യുന്നത്. അതിലൊക്കെ ഈ 2 ലെഗിൽ നോക്കി കഴിഞ്ഞാൽ 32ഓളം ഫൗളുകൾ ചെയ്തിട്ട് ആകെ 3 യെല്ലോ കാർഡാണ് കിട്ടിയത്. പറയുമ്പോ അത് എനിക്ക് അതിനോടൊക്കെ നമുക്ക് എന്താ പറയാല് നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു സ്വപ്നമാണ് യൂസ് ചെയ്തത്. പക്ഷെ ഈ റഫറിമാരും കൂടി ഇങ്ങനെ പ്രശ്നങ്ങൾ വെക്കുന്ന സമയത്ത് പിന്നെ വേറെ വഴിയൊന്നുമില്ല, നമുക്കത് പുറത്താം. അടുത്ത സീസണിലേക്ക് ബാഴ്സ മാനേജ്മെന്റ് ഈ ഒരു പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരാം, പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. അതേപോലെ നമുക്ക് ഓരോ കളിക്കും അതേപോലെ ഓരോ ടൈമിങ്ങിനനുസരിച്ച് കോച്ചുമാർക്ക് മാറ്റാൻ പറ്റും. എന്താ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇന്റർ മിലാനായിട്ട് പരാജയപ്പെട്ട കാരണം എന്താ പറഞ്ഞാൽ ആ ജയിച്ച ഒരു ഗോളിൽ ജയിച്ചു നിൽക്കുന്ന സമയത്താണ് ആകെ 3-4 മിനിറ്റ് കളി കഴിയാനുള്ള. അപ്പൊ ഗോൾ കൺട്രോൾ വെക്കാതെ ആ സമയത്ത് ഹൈലൈൻ കളിക്കാൻ വേണ്ടി പോയിട്ട് വാങ്ങിക്കുന്നു ഗോള് വാങ്ങിക്കുന്ന ആ ബോൾ കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആ ഒരു ഇന്റർമിലാനായിട്ടുള്ള ആ ഒരു ഇതിൽ പരാജയപ്പെടണം. അന്ന് ബാഴ്സയും PSG ആയിട്ട് കളി വരികയാണെങ്കിൽ ഒരു തീപ്പാറിയ ഒരു ഫൈനൽ കാണാമായിരുന്നു. അതിനും ഉള്ളതില്ല. പിന്നെ എല്ലാം ഇങ്ങനെയൊക്കെയാണ് അവസാനിക്കുന്നത്. 10-11 വർഷമായി ബാഴ്സലോണയ്ക്ക് ഒരു യൂസ് ചെയ്യുന്ന സ്വപ്നം കിട്ടിയിട്ട് 2015 നെയ്മർ ജൂനിയറും മെസ്സി സുവാരസും കൂടിയിട്ട് അടിച്ചെന്നാണ്. അതിനുശേഷം മെസ്സി ഉണ്ടായിട്ടും അതേപോലെ മെസ്സിക്ക് ശേഷം ഒന്നും നമുക്ക് അടിക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അതിന് ബാഴ്സലോണ ഇപ്പൊ അവസാനം ഒരു 5-6 വർഷമായി കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ പറയാൻ പറ്റും. ഇനിയിപ്പോ ഫ്രീ ട്രാൻസ്ഫറിൽ കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരും. നമുക്ക് കാശ് ഇറക്കാന്ന് പറഞ്ഞാൽ കാശ് വേണ്ടേ, കാശ് ഇറക്കാണ്ട് ഉള്ള പരിപാടിയൊക്കെയാണ് നോക്കൽ. അങ്ങനെ ബാഴ്സലോണന്റെ യമാലിന്റെ ഒരു ഗോള്, ഫെറാൻ ടോറസിന്റെ ഒരു ഗോള്, സെക്കൻഡ് അത് ഒരു ഓഫ് സൈഡിലൂടെ 3-ാം ഗോളൊക്കെ വന്നത് ചോദിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇതായിരുന്നാണ്. പിന്നെ അവസാനം മറോഹോനൊക്കെ കിട്ടിയ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് പോയി കയ്യിൽ നിന്നുള്ള കാര്യമാണ്. ഈ സീസണും കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ പക്ഷെ ഒരു ട്രോഫി ബാക്കിയുണ്ട് നിങ്ങൾക്ക്, റയൽ മാഡ്രിഡ് ഒരു ട്രോഫി ഇല്ല എന്നാണ്. അത് ഇനി വരാൻ പോകുന്നൊരു ട്രോഫി എന്ന് പറഞ്ഞാൽ ലാലിഗിൽ ട്രോഫി കിടക്കുന്നുണ്ട്. മെയ് 10-ാം തീയതി എൽ ക്ലാസിക്കോ നടക്കാണ്ട്. അത് എൽ ക്ലാസിക്കോ ഇപ്പൊ എന്തായാലും അടിപൊളി ഒരു കോമ്പറ്റീഷൻ അല്ല, ഒരു അടിപൊളി മത്സരമായിരിക്കും കാത്തിരിക്കാൻ പോകണം മെയ് 10-ാം തീയതി. അപ്പോ ഇതൊക്കെയാണ് ബാഴ്സ റയൽ മത്സരത്തിൽ നടന്ന സംഭവങ്ങൾ. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.